സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്ത്രിയുടെ വീട്ടിലെത്തിയാണ് പിന്തുണ BJP ആദ്യം അറിയിച്ചത്. പിന്നീട് വാർത്താ സമ്മേളനത്തിലൂടെയും BJPയുടെ പിന്തുണ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഉദ്ദേശം എന്ത് എന്നുള്ളതിരിക്കുന്നു. ഒപ്പം തന്നെ മന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്ന ആരോപണം കോൺഗ്രസും ഉയർത്തുന്നുണ്ട്. കോൺഗ്രസിനകത്ത് പല നേതാക്കളും മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. ഇതൊരു മറയാക്കി തന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് കടകംപള്ളിയെ രക്ഷിക്കാനാണോ കാര്യങ്ങൾ എന്നുള്ളത്. എന്നാൽ നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ വളരെ സൂക്ഷിച്ചാണ് CPM വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് മനസ്സിലാക്കുന്നത്. എന്താണ് രാഷ്ട്രീയമായിട്ട് ഈ കേസ് ഏത് തലത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് തന്നെ, അതായത് തന്ത്രിചാരി മന്ത്രിയെ രക്ഷപ്പെടുത്താൻ ശ്രമം എന്നൊരു ക്യാമ്പയിനിലേക്ക് കോൺഗ്രസ് എത്തുന്നു എന്നതാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അതായത് കോൺഗ്രസിന്റെ നിലപാട് തന്ത്രി കുറ്റം ചെയ്തെങ്കിൽ തന്ത്രിയും കസ്റ്റഡിയിലെടുക്കട്ടെ, അറസ്റ്റ് ചെയ്യട്ടെ, നിയമപരമായി പോയിക്കോട്ടെ എന്നാണ്. പക്ഷേ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ല. അതിനപ്പുറത്തേക്ക് മന്ത്രി അറിയാതെ തന്ത്രിക്ക് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണം അവിടെ അവസാനിക്കരുത്. അതിനപ്പുറത്തേക്ക് അന്വേഷണം പോവേണ്ടതുണ്ട്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം മുൾമുനയിൽ നിർത്തിയിരുന്നത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തണം എന്നൊരാവശ്യമാണ് പ്രധാനമായും ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല SITയുടെ അന്വേഷണ സംഘത്തെ സംശയത്തിൻ്റെ മുൾമുനയിൽ കൂടി നിർത്തുന്നുണ്ട് കോൺഗ്രസ്. ഇപ്പോൾ SIT ഇപ്പോൾ പൂർണ്ണമായും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഹൈക്കോടതി മേൽനോട്ടമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും സർക്കാരിൻ്റെ നിയന്ത്രണം വലിയ തോതിൽ ചില ഇടപെടലുകൾ ഈ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം എന്ന നിലയ്ക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള ചില നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അനുവദിക്കില്ലെന്നാണ് KC വേണുഗോപാലും അതുപോലെ K മുരളീധരനും അടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ മണിക്കൂറിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ BJP നോക്കൂ, BJP ഈ വിഷയത്തിൽ വലിയ ഒരു പ്രൊട്ടസ്റ്റിലേക്കൊന്നും പോവാതിരുന്ന പാർട്ടിയാണ് BJP. പക്ഷേ ഇപ്പോൾ ഈ തന്ത്രിയുടെ അറസ്റ്റോടുകൂടി അത് മറ്റൊരു തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. അത് തന്ത്രിയെ, അതായത് ഒരു ദൈവികമായ ഒരു സ്ഥലത്തെ ദൈവത്തിൻ്റെ പ്രതിനിധിയായി കണ്ടുകൊണ്ടിരുന്ന ഒരാളെ ഈ കേസിലേക്ക് കൊണ്ടുവരുന്നു. അത് മനഃപൂർവ്വമായി കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു എന്ന തരത്തിലാണ് BJPയുടെ നിലപാട്. അതായത് തന്ത്രിക്ക് ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമം BJP നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. അതുകൊണ്ടാണ് BJP നേതാക്കൾ അവരുടെ വീട്ടിലെത്തി തന്നെ പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ തന്ത്രിക്ക് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങുന്ന കാഴ്ച കൂടി കണ്ടു. തന്ത്രി കുറ്റം ചെയ്യുമെന്ന് കരുതുന്നില്ല, വിശ്വസിക്കുന്നില്ല എന്ന നിലപാടാണ് BJP എടുക്കുന്നത്. അപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്നത് ആരോപണം എന്ന് പറയുന്നതും ഏതാണ്ട് കോൺഗ്രസ് പറയുന്നതിന് എന്ന സമാനം തന്നെയാണ്. അതായത് കടകംപള്ളിയിലേക്ക്, മന്ത്രിയിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുതിർന്ന ആളുകളിലേക്ക് അന്വേഷണം പോകാതിരിക്കാനും ഈ അന്വേഷണത്തിലെ അതിനെ വഴിതിരിച്ചു വിടാനുമുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അതിൽ തന്ത്രിയെ ബലിയാടാക്കുകയാണ് എന്ന നിലപാടിലേക്ക് BJP മാറുന്നു. BJP ആ ഒരു ആംഗിളിലേക്ക് അവരുടെ പ്രതിഷേധം വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയും ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, CPMനെ സംബന്ധിച്ച് പക്ഷേ ഇത് ഒരു പരിധിവരെ രാഷ്ട്രീയമായ ആശ്വാസമാണ്. ഇന്നലെ മുതൽ തന്നെ CPMൻ്റെ പ്രധാനപ്പെട്ട ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നും നമ്മൾ കണ്ടതാണ്. അതായത് പോറ്റിയെ കയറ്റിയത് ആരാണ്? പോറ്റിയെ കയറ്റിയത് സഹാക്കളല്ല, അത് തന്ത്രിയാണ് എന്ന തരത്തിലുള്ളൊരു ക്യാമ്പയിൻ തന്നെ അവർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും അത്തരത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അവരുടെ പ്രതികരണം വന്നിട്ടില്ലെങ്കിൽ കൂടിയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ആ തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അല്ലെങ്കിൽ അത് അവരൊരു സേഫ് സോണിലേക്ക് മാറുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ട് 4:30. എന്താണ് ആ വിഷയത്തിൽ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക നിലപാട് എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും ശിവൻകുട്ടിയെ പോലുള്ള ആളുകൾ പറഞ്ഞത് ആരിലേക്കും അന്വേഷണം പോകട്ടെ എന്ന ആദ്യ നിലപാടുണ്ട് പാർട്ടിക്ക്. ആ ആദ്യ നിലപാടിൽ തന്നെയാണ് പാർട്ടി ഇപ്പോഴും നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മനം മാറ്റം പാർട്ടിക്ക് ഉണ്ടായിട്ടില്ലെന്നാണ് ശിവൻകുട്ടി പറയുന്നത്. എന്തായാലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി LDF പൊതുവെ വിലയിരുത്തിയിരിക്കുന്നത്, അതിൻ്റെ കാരണങ്ങളിൽ ഒന്നായി ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. CPIക്ക് അതിൻ്റെ പ്രധാന കാരണങ്ങളായി അതിനെ കണക്കാക്കുമ്പോൾ CPM പക്ഷേ ഒരു പരിധിവരെ അത് അംഗീകരിക്കുന്ന ഒരു നിലപാടിലേക്ക്, സമീപനത്തിലേക്ക് മാറുന്ന കാഴ്ച ഇന്നലത്തെ LDF യോഗത്തിന് ശേഷം നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അതായത് ശബരിമല വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത്, LDFിലെ തന്നെ. അതിൻ്റെ ഒരു തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു ആകുലത, ഭയം ഒക്കെ LDFിനെ സംബന്ധിച്ച് വലിയ തോതിൽ ഉണ്ടായിരുന്നതാനും. അതിനിടയിലാണ് ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് തന്ത്രിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ടായിരുന്നത്. ഈ ഗൂഢാലോചന നടത്തിയതും ഒപ്പം ഈ സ്വർണം കടത്താൻ സഹായിച്ചതും പോറ്റിയെ അവിടെ കൊണ്ടുവന്നതും ഇടനില നിർത്തിയതും ഈ സ്വർണം കൊടുത്തുവിട്ടതും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും
തന്ത്രിയുടെ നേതൃത്വത്തിലാണ് നടന്നത്, രാജീവ് ഖണ്ഡരയാണ് അതിൻ്റെ പിന്നിൽ എന്ന തരത്തിലേക്ക് ആ തരത്തിലേക്ക് ഒരു ഏകോപനം ഉണ്ടായിക്കൊണ്ട് വരുമ്പോൾ ഒരു ഇതുണ്ടാകുമ്പോൾ സ്വാഭാവികമായും CPM ആ ഒരു സേഫ് സോണിലേക്ക് പോവുകയാണ്. അതായത് കടകംപള്ളി അടക്കമുള്ള ആളുകൾ അത്രയും നാൾ സംശയത്തിൻ്റെ മുൾമുനയിൽ നിന്ന് പതിയെ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷേ ആ അർത്ഥത്തിൽ ആ തരത്തിലുള്ള ഒരു പ്രചാരണമായി മുന്നോട്ട് പോയാൽ ഒരുപക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യുമെന്നുള്ള ഒരു നിലപാടും CPM-നുണ്ട്. പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും BJP ഇപ്പോൾ മന്ത്രി എന്നൊരു ഫോക്കസിലേക്ക്, ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി എന്നൊരു ഫോക്കസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള പ്രചാരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്.